വ്യാജരേഖകളിലൂടെ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾക്ക് സർക്കാർ വലിയൊരു നഷ്ടപരിഹാരം നൽകി വരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള തുക തട്ടിയെടുക്കുന്ന വലിയൊരു സംഘം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ പിടിയിലായിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ ബിലാപൂർ ജില്ലയിലാണ് സംഭവം ഉണ്ടായത്. ഡോക്ടർമാർ, അഭിഭാഷകർ, ബാങ്ക് ജീവനക്കാരൻ, റവന്യൂ ക്ലർക്കുമാർ എന്നിവരടക്കം 17 പേരാണ് ഒരു മാസത്തിനിടെ അറസ്റ്റിലായത്. ആത്മഹത്യ, ഹൃദയാഘാതം തുടങ്ങിയവയിലൂടെ സംഭവിക്കുന്ന മരണങ്ങളെ പാമ്പുകടി മരണങ്ങളാക്കി മാറ്റുന്നതിനുള്ള വ്യാജരേഖകൾ തയ്യാറാക്കുന്നതിനും നഷ്ടപരിഹാരം തട്ടിയെടുക്കുന്നതിനുമായാണ് ഈ വൻ ശൃംഖല പ്രവർത്തിച്ചിരുന്നത്. പാമ്പുകടി മരണങ്ങൾക്ക് സർക്കാർ നൽകുന്ന 4 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ഇത്തരത്തിൽ നിരവധി തവണകളായി സംഘം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് സംഘം കണ്ടെത്തിയത്. 2018 മുതൽ 2024 വരെ സജീവമായിരുന്ന സംഘം വ്യാജ പോസ്റ്റ്മോർട്ടം രേഖകളും റവന്യൂ രേഖകളും തയ്യാറാക്കി നഷ്ടപരിഹാര തുക കൈക്കലാക്കി എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ചില കേസുകളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നതെന്നതും സംഘം വ്യക്തമാണ്. ഒരു കേസിൽ ആത്മഹത്യ ചെയ്ത ഒരാളുടെ ഇൻക്വസ്റ്റ് നമ്പർ വീണ്ടും ഉപയോഗിച്ച് വ്യാജ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം പാമ്പുകടി മരണമാണെന്ന് രേഖപ്പെടുത്തിയതായി കണ്ടെത്തി. മറ്റൊരു കേസിൽ ഹൃദയാഘാതം മൂലമുള്ള മരണവും പാമ്പുകടിയായി രേഖപ്പെടുത്തി. പ്രധാന പ്രതികളിൽ ഒരാളും അഭിഭാഷകനുമായ ശ്രാവൺ വാസ്ത്രേക്കർ ഒളിവിലാണിപ്പോഴും. സംഭവവുമായി കൂടുതൽ പേർക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ബൽത്താര MLA സുശാന്ത് ശുക്ല നിയമസഭയിൽ വിഷയം ഉന്നയിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തു വന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ബിലാസ്പൂരിൽ രേഖപ്പെടുത്തിയ 431 പാമ്പുകടി മരണങ്ങൾക്ക് ആകെ 17.24 കോടി രൂപയാണ് നഷ്ടപരിഹാരം അനുവദിച്ചതായുള്ള ഔദ്യോഗിക കണക്കുകൾ. ഇതിൽ പല കേസുകളും വ്യാജമാണെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഇതുവരെ 16 കേസുകളാണ് സമാന രീതിയിൽ പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നഷ്ടപരിഹാര തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിയ ശേഷം അത് സംഘാംഗങ്ങൾ തമ്മിൽ പങ്കിട്ടിട്ടുണ്ടോ എന്നും ബാങ്ക് ജീവനക്കാരുടെയോ ഇടനിലക്കാരുടെയോ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്.